ഗൈസ്, അപ്പോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊന്ന് ഗെറ്റ് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കാറുള്ള സംഭവമാണ്, പക്ഷെ പറ്റാറില്ല. ഇന്നാണെങ്കിൽ ലേറ്റുമായി, പക്ഷെ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ സിമ്പിളായിട്ടാണ് ഇന്ന് ഒരുങ്ങുന്നത്. അല്ലാതെ ഞാൻ സാധാരണ ഈ ഫൗണ്ടേഷൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കോളേജിൽ പോകുമ്പോൾ, അല്ലെങ്കിലും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ഞാൻ കൂടുതലും അങ്ങനത്തെ ഫൗണ്ടേഷൻസും കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യാറ്. അതെന്നെ മടിയാണ്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമല്ലോ നമ്മൾ കോളേജിലേക്ക്, അപ്പോൾ ആ ടൈമിൽ ഞാൻ നല്ലോണം ഒരുങ്ങിയിട്ട് പോകും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ പുതിയ ഡ്രസ്സൊന്നും ഇടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങാന്ന് വെച്ചത്. പണ്ട് മുതലേ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുക, ഒരുങ്ങുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഈ മേക്കപ്പ് സെറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ കുറേ കളറൊക്കെ ഉള്ള മേക്കപ്പ് സെറ്റ്, ആ മേക്കപ്പ് സെറ്റിൽ നിന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള സാധനം മാത്രമേ എൻ്റെ കണ്ണിൻ്റെ മേലെ ഇടുള്ളൂ. അതായത് ഇപ്പം നീല ഡ്രസ്സാണെങ്കിൽ നീല കളർ ഐ ഷേഡോ ഇടും, ഗ്ലിറ്റർ ഇടും. അങ്ങനെ അത് ചുമ്മാ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇടും. ആ ടൈമിൽ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തലയൊക്കെ കുളിച്ച് വരുമായിരുന്നു. എന്നിട്ട് ഇതുതന്നെയാണ് എൻ്റെ പണി. അതായത് ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കുന്നത് തന്നെ. അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഓർമ്മയില്ല. ജസ്റ്റ് ഞാൻ ചൈന മാളിലെന്ന് പറഞ്ഞിട്ടുള്ള മാളിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദുബായിലായിരുന്നു പഠിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മാൾ കേട്ടോ ചൈന മാൾ. അവിടെ ഈ വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടും, കാരണം ചൈനേൻ്റെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട്. പക്ഷേ അത് നമ്മളുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല, കാരണം ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. പിന്നെ വലുതായപ്പോഴേ ഈ മേക്കപ്പ് പൂശി പോകുന്നത് അത്ര നല്ല ഭംഗിയില്ല എന്ന് മനസ്സിലായപ്പോഴതങ്ങ് നിന്നതാണ്. ഇപ്പം പിന്നെ വൃത്തിക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ അറിയാം. ഞാൻ കോസ്മെറ്റോളജി കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം പിടികിട്ടി എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ പോയപ്പോഴാണെന്ന് മാത്രം. അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മാത്രമല്ല, കുറേ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഏകദേശം ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കണമല്ലോ, പക്ഷേ യൂട്യൂബിലൊന്നും നോക്കി പഠിച്ചാലും നമുക്ക് ഇത്രയും ഇൻഫോർമേറ്റീവായിട്ടൊന്നും നമ്മൾ പോയി പഠിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റത്തില്ല. ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും ഓരോ ഫേഷ്യൽസിൻ്റെയും ഗുണവും ദോഷവും ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞാൽ അവർ ഗുണം മാത്രമല്ലേ നമുക്ക് പറഞ്ഞു തരുള്ളൂ, പക്ഷേ അതേ സെയിം ടൈം നമുക്ക് ദോഷങ്ങളും അറിയാം. അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ കെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാറില്ല. അതായത് കൂടുതൽ ഫേഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ മുടിയിൽ കൂടുതൽ സാധനം തേക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് എങ്ങനെ ഫേസും അതേപോലെ ഹെയറും മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഞാൻ നോക്കാറ്. കൂടുതലും ഞാൻ ഈ ഹെർബലായിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളതും. പിന്നെ ഈ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ സംഭവങ്ങളൊന്നും നമുക്കിങ്ങനെ ഹെർബലായിട്ട് കിട്ടില്ലല്ലോ, അതൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കൂടുതലും മേക്കപ്പ് കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെ. പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത് ഇപ്പം ആണ് അങ്ങനെയൊക്കെ, പക്ഷേ പണ്ടൊന്നും എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം മേക്കപ്പ് ഇടാതെ പോയാലും എനിക്ക് അങ്ങനെ കോൺഫിഡൻസിന് കുറവൊന്നും വരാറില്ല. ചില ആൾക്കാർ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇടും, പക്ഷേ എനിക്ക് മൂടുള്ളപ്പോഴും പിന്നെ എനിക്ക് മേക്കപ്പ് ഇടണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരുമ്പോഴും മാത്രമേ ഞാൻ ഇടാറുള്ളൂ. കോളേജിലൊക്കെ ഞാനത് പക്ക ഒഴിവാക്കാറുണ്ട്. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്. പിന്നെ ഫംഗ്ഷനൊന്നും ഞാൻ അധികം പോവാറുമില്ല. അടുത്തുള്ള വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഫംഗ്ഷൻസിന് മാത്രമേ ഞാൻ പോവാറുള്ളൂ. എനിക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. അതായത് കല്യാണം, മരിച്ച വീട്, അതിപ്പോൾ ഒരു കോൺസേർട്ട് ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, ടോണർ അടിച്ചിട്ടുണ്ട്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ലാക്മേൻ്റെ കാജൽ വെച്ചിട്ടാണ്. പണ്ടൊക്കെ ഈ ലാക്മേൻ്റെ കാജൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒരൊറ്റ സ്വാപ്പിന് തന്നെ ഫുള്ള് കാജൽ കണ്ണിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നേരിട്ട് വരച്ചാലേ അതാവുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന് ടോപ്പ് കാണാതായിട്ടുണ്ടായിരുന്നു കുറേ കാലം മുന്നേ. അപ്പോൾ അതിൻ്റെ ശേഷം ഡ്രൈ ആയതാണെന്ന് തോന്നുന്നു കാജൽ. അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇട്ട് വരച്ചാൽ മാത്രമേ അതിൻ്റെ എന്തെങ്കിലും സ്റ്റെയിന് വരുള്ളൂ.
പിന്നെ ഇതിപ്പോൾ എനിക്ക് അടുത്ത് വന്ന ശീലമാണ് ഈ ബ്ലഷ് ഇടുക. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു മുഖം ചുവപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരെയും കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഈ ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹം. കൂടുതൽ ആൾക്കാർ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇടുക. പക്ഷേ നമ്മൾ ലിപ്സ്റ്റിക്ക് ലിപ്സിലിടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതങ്ങനെ മുഖത്ത് തേക്കുന്നത് അത്ര നല്ലതല്ല. എന്തിനാ, അല്ലെങ്കിൽ ബ്ലഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ബ്ലഷൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്ലഷ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്ക് മുഖത്തിടണ്ട എന്ന്. ഈ വീഡിയോയിൽ ചില ഷോട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കാരണം ഞാൻ എത്രത്തോളം അടുപ്പിക്കാൻ പറ്റുമോ എൻ്റെ മുഖം അത്രത്തോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ വീഡിയോസ് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ടൈം നമുക്ക് ശരിയാക്കാം കേട്ടോ. എഴുതുന്നത് പണ്ട് മുതൽക്കേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങനെയൊന്നും അല്ല എഴുതാറ്, ഇതിലും നല്ല വൃത്തിക്ക് എഴുതാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങ് കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് കണ്ണിങ്ങനെ ഒരു രീതിയിൽ രസമില്ലാത്ത പോലെ വന്നിട്ടുള്ളത്. ശരിക്കും ഞാൻ ഇങ്ങനെയല്ല വരയ്ക്കാറ്. പിന്നെ ഈ ഐലൈനർ കൊള്ളത്തില്ല കേട്ടോ, വാട്ടർ പ്രൂഫാന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതായിരുന്നു. നോക്കുമ്പോൾ അതിന് സ്റ്റെയിനും ഇല്ല, കാര്യങ്ങളും ഇല്ല, എന്തോ വെള്ളം പോലെ ഉണ്ട്. എനിക്ക് ലാക്മേൻ്റെ ഐലൈനറാണ് പൊതുവേ ഇഷ്ടം, പക്ഷെ അത് പെട്ടെന്ന് സ്പ്രെഡാവും. അതുകൊണ്ട് ഞാൻ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ ഇത് കൊള്ളത്തില്ല. വാട്ടർ പ്രൂഫൊക്കെ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കണ്ണൊക്കെ എനിക്ക് പല രീതിയിൽ എഴുതാൻ അറിയാം കേട്ടോ. അതായത് 2 വാലിട്ട് എഴുതാനറിയാം, ഡിസൈന് വരച്ചിട്ട് എഴുതാനറിയാം, അറബിക് സ്റ്റൈല്, അങ്ങനെ കുറേ സ്റ്റൈലുണ്ടല്ലോ. കൂടുതലും എനിക്കറിയാം. കാരണം ചെറുപ്പം മുതലേ വരയ്ക്കുന്ന ഒരു സംഭവമാണ് ഐലൈനർ. അതിപ്പോൾ സ്കൂളിൽ പോകാനാണെങ്കിലും ഒക്കെ ഞാൻ വരയ്ക്കാറുണ്ട്. പക്ഷെ ഇന്ന് ദുബായിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിലും ചില CBSE സ്കൂളിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഈ കണ്ണ് എഴുതി പോകാൻ പാടില്ല, പൊട്ടു തൊടാൻ പാടില്ല, കയ്യിൽ വളയിടാൻ പാടില്ല, മുതിരിടാൻ പാടില്ല, അങ്ങനെ കുറേ റൂൾസ് ആയിരുന്നു. അത് ഞാനൊരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം പ്രിൻസിപ്പൾ മാറിയപ്പോൾ പുതിയ പ്രിൻസിപ്പൾ കൊണ്ടുവന്ന കുറേ റൂൾസാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നെ വി വർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. അതായത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതി. അല്ലെങ്കിൽ ഫൈന് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ കണ്ണെഴുതുന്നത് നിർത്തി. പക്ഷെ കണ്ണെഴുതിയില്ലെങ്കിൽ എന്നെ കാണാൻ എൻ്റെ ഉറക്ക് തൂങ്ങിയതുപോലെയാണ്. എന്തേ സുഖമില്ലേ എന്നെല്ലാവരും ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണെഴുതാതെ മരിച്ച വീട്ടിൽ പോലും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ കണ്ണൊന്നും എഴുതാതെ പോയിട്ടുള്ളത്. എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ പോലും ഞാൻ കണ്ണെഴുതാറുണ്ടായിരുന്നു. ഇനി ഈ ചീർപ്പ് വെച്ച് ചെയ്യുമ്പോൾ ആരും എന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ സാധാരണ ചീർപ്പ് വെച്ച് ചെയ്യിക്കഴിഞ്ഞാൽ അതിൻ്റെ പല്ലൊക്കെ ഒടിഞ്ഞു പോവാറാണ് പതിവ്. അതെപ്പോഴും ഉള്ളതാണ് ഈ ഒടിഞ്ഞു പോക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആണുങ്ങളൊക്കെ ചെയ്യുന്ന ഈ റൗണ്ടിലുള്ള ചീർപ്പുണ്ടല്ലോ, ഈ ചീർപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതാണ് സംഭവം. അതിന് അത്ര ടിക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവും. ഇതാണെങ്കിൽ അത്ര പെട്ടെന്ന് പൊട്ടാറില്ല. ഞാനിത് ഫസ്റ്റായിട്ട് അച്ഛൻ്റെ അടുത്തു നിന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇങ്ങനത്തെ ഓരോ ചീർപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കൊള്ളാം, ഇത് നല്ല തിക്കായിട്ട് നല്ലോണം ഉള്ളൊക്കെ അറിയുന്നുണ്ട്. എൻ്റെ മുടി ചുരുണ്ട മുടി ആയതുകൊണ്ട് നല്ല തിക്കാണ്. ഇപ്പോഴത്തെ കോലം നിങ്ങൾ നോക്കണ്ട, കാരണം താഴെയുള്ള തുമ്പ് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. സ്മൂത്തനിങ് ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് ആട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മുടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വളരും. എൻ്റെ മുന്നേയുള്ള മുടിയൊക്കെ നല്ല തിക്കായിരുന്നു. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുടി കെട്ടൽ. പിന്നെയെന്ന് വെച്ചാൽ മുടി കെട്ടിയേ പറ്റുള്ളൂ. എനിക്ക് ഓപ്പൺ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ സായിബാബേനെ പോലെ ഉണ്ടാവും തിരിച്ച് വരുമ്പോൾ. സ്മൂത്തൺ ചെയ്ത ടൈമിൽ പല ഹെയർ സ്റ്റൈലിൽ ചെയ്യാം, അതേപോലെ മുടി ഓപ്പൺ ചെയ്ത് നടക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ആ ടൈമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുടി സ്മൂത്തൺ ചെയ്തപ്പോൾ 2 times ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈക്കിൾ പോലെ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുടി നീട്ടാം, എന്നിട്ട് അവസാനം താഴെ വരുന്ന തുമ്പൊക്കെ വെട്ടിക്കളയാമെന്ന്. അങ്ങനെ ഞാൻ എന്തായാലും ഇന്ന് പോകുമ്പം വെട്ടു കേട്ടോ. ഇനി നിങ്ങൾ കാണുമ്പോൾ എൻ്റെ മുടി പകുതി വരെ ഉണ്ടാവത്തുള്ളൂ. ഞാൻ ചുരുണ്ട മുടി എവിടെ വരെയാണോ എത്തുന്നത് ആ സൈഡ് വരെ മാത്രമേ ഞാൻ നീട്ടുന്നുള്ളൂ. ബാക്കിയുള്ള തുമ്പ് മൊത്തം ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുടി നീട്ടാലോ എന്നുള്ള പ്രതീക്ഷ മാത്രം. അപ്പോൾ ഓക്കെ, ടാറ്റാ.